ഹേ ഗൈസ്, ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാനായിട്ട് പോണത് സാൻ ആൻഡ്രിയാസ് ആർപി അല്ലെങ്കിൽ GTA എങ്ങനെ നമുക്ക് ഫോണിൽ കളിക്കാം, അല്ലെങ്കിൽ ഒരു പി സിയിൽ എങ്ങനെ ആയിക്കോട്ടെ, ഫോണിലോ പി സിയിലോ എങ്ങനെ നമുക്ക് കളിക്കാം എന്നാണ്. അത് ഫ്രീ ആയിട്ടാണ് നമ്മൾ ഈ ഒരു ആർപി കളിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ബട്ട് കുറച്ചും കൂടെ എല്ലാവർക്കും മനസ്സിലാവുന്ന കണക്ക് ഈസി ആയിട്ടുള്ള രീതിയിൽ ഒന്നും കൂടെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മസ്റ്റായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക, അതുപോലെ തന്നെ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കുക. അപ്പോൾ ഓൾറെഡി ഞാൻ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുള്ളതാണ്, എന്നാലും എല്ലാവർക്കും ഒന്ന് മനസ്സിലാവുന്നു. പിന്നെ കുറേ പേര് PC ഡൗൺലോഡ് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്, അതിനെ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് അധികമൊന്നും വലിച്ചു കിട്ടാൻ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. എങ്ങനെയാണ് ഈ ഒരു ഇൻസ്റ്റലേഷൻ പ്രോസസ്സ്, എല്ലാ കാര്യങ്ങളും നമുക്കൊന്ന് നോക്കി വരാം. ഈ ഒരു ഗെയിം കളിക്കാനായിട്ട് വലിയ സ്പെക്കുള്ള ഡിവൈസോ കാര്യങ്ങളോ ഒന്നും വേണ്ട. കുറച്ച് സ്പെക്കുള്ള ഡിവൈസ് ആയാലും മതി, അത്യാവശ്യം നല്ല സ്മൂത്തായിട്ട് തന്നെ റൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു ഗെയിം കളിക്കാനായിട്ട് ആദ്യമേ വേണ്ടത് ഡിസ്കോഡ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഞാൻ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലായിട്ട് സെർവർ ലിങ്ക് അല്ലെങ്കിൽ KPRP DC ലിങ്ക് എന്ന് പറഞ്ഞിട്ടൊരു ലിങ്ക് കൊടുത്തേക്കും. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്കൊരു ഇൻവൈറ്റ് കിട്ടും ഡിസ്കോഡിലേക്ക്, അതൊന്ന് അക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ ഇതിൽ കയറി കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ ഒരു RP കളിക്കാനായിട്ട് പറ്റുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അക്സെപ്റ്റ് ചെയ്ത് എല്ലാം സെറ്റാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക. ഓക്കെ, അതിനകത്ത് തന്നെ കുറേ ഓപ്ഷൻസ് കാര്യങ്ങൾ കാണാനായിട്ട് പറ്റും. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് KPRP റൂൾസ്, RP റൂൾസ്, ഇങ്ങനെ പറഞ്ഞിട്ട് റൂൾസ് കാണാനായിട്ട് പറ്റും. അപ്പോൾ മസ്റ്റായിട്ട് അതൊന്ന് ഓപ്പൺ ചെയ്ത് റൂൾസ് ഫുള്ളൊന്ന് വായിക്കുക. കാരണം നമ്മൾ റൂൾസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഒരു RP കളിക്കാൻ പറ്റുക. ആ റൂൾസ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ബാൻ കാര്യങ്ങൾ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അപ്ലൈ ഫോർ വൈറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ചാനൽ കാണാനായിട്ട് പറ്റും. അതിനകത്ത് ഓപ്പൺ ആയി അങ്ങനൊരു ചാനൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടുതൽ കാണാൻ, ലിസ്റ്റിൻ്റെ കൂടുതൽ കാണാൻ പറ്റും. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ചൂസ് ചെയ്യ ഓപ്ഷൻ എന്ന് കാണും. അതിനകത്ത് KPRP വൈറ്റ് ലിസ്റ്റ് കൊടുക്കുക, ടിക്ക് കൊടുക്കുക. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചെയ്ത കണക്ക് നോക്കി ചെയ്താൽ മതി. അപ്പോഴത്തേക്ക് നിങ്ങളെ DM-ലോട്ടൊരു മെസ്സേജ് വരും. ആ മെസ്സേജ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അത് നമ്മൾ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് എന്ത് കിട്ടുക, DC വൈറ്റ് ലിസ്റ്റ് കിട്ടുക. DC വൈറ്റ് ലിസ്റ്റാണ് നമ്മൾ ഈ ഒരു ഗെയിമിൽ കയറാനുള്ള മെയിൻ സ്റ്റെപ്പ്. ഓക്കെ, അപ്പോൾ DC വൈറ്റ് ലിസ്റ്റ് ആദ്യമേ നിങ്ങളുടെ പേര് ചോദിക്കും. അപ്പോൾ ഞാൻ അടിക്കുന്ന കണക്കോ നിങ്ങൾ അടിക്കരുത്, നിങ്ങളുടെ പ്രോപ്പറായിട്ടുള്ള പേര് തന്നെ അടിക്കുക. ഓക്കെ, പ്രോപ്പറായിട്ട് നിങ്ങളുടെ പേരും കാര്യങ്ങളൊക്കെ കൊടുത്ത് തന്നെ കയറുക. അല്ലെന്നുണ്ടെങ്കിൽ റിജക്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് വീണ്ടും അപ്ലൈ ചെയ്ത് അക്സെപ്റ്റ് ചെയ്യാൻ ടൈം എടുക്കും. അപ്പോൾ ആദ്യമേ നിങ്ങളോട് എന്താണ് നെയിം ചോദിക്കും, അതിനുശേഷം ഏജ് ചോദിക്കും, പിന്നെ എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് നോക്കി. അപ്പോൾ നിങ്ങൾ പുതിയ പ്ലെയറാണെങ്കിൽ നോ കൊടുക്കുക, നല്ല കളിച്ചിട്ടുണ്ടെങ്കിൽ യെസ് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും RP റൂൾ ചോദിക്കുക. അപ്പോൾ VDM, RDM ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ റൂൾസ് നിങ്ങൾ ജസ്റ്റ് കൊടുത്താൽ മതി. VDM എന്ന് വെച്ചാൽ വെറുതെ വെഹിക്കിളും കൊണ്ടുപോയിട്ട് ആരും ഇടിച്ച് കൊന്നുകൂടെന്നാണ് RPയിൽ. അപ്പോൾ അതാണ് VDM. പിന്നെ RDM എന്ന് വെച്ചാൽ വെറുതെ നിൽക്കുന്നവരൊക്കെ വെറുതെ നമ്മൾ ഗണ്ണുണ്ടെന്ന് വെച്ചിട്ട് അടിച്ച് കൊല്ലാനൊന്നും പാടില്ല. പിന്നെ കാർ ജാക്കിങ് ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ചോദിക്കുന്നതാണ് 3 സേഫ് സോൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സേഫ് സോണിൽ കയറി കഴിഞ്ഞാൽ ആരെ അടിച്ചുകൂടാ എന്നാണ് റൂൾ. ഓക്കെ, ഗണ്ണടിക്കുക ഒന്നും ചെയ്തുകൂടാ. അപ്പോൾ 3 സേഫ് സോണിൻ്റെ പേര് വയ്ക്കുക. അത് നിങ്ങൾക്ക് മാള്, HP, മെയിൻ ഗ്യാരേജ്, ജോബ് ലൊക്കേഷൻസ് എന്നൊക്കെ പറഞ്ഞ് അടിച്ചാൽ മാത്രം മതി. അപ്പോൾ ഞാൻ കൊടുത്ത് നിങ്ങൾക്ക് റിജക്റ്റ് ചെയ്യും, 100% ഷുവറാണ്. അതിനുശേഷം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് ചോദിക്കും. ഉണ്ടെങ്കിൽ ടിക്കറ്റ് തെറ്റും പറ്റും. അപ്പോൾ ഓക്കെ മാത്രം കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് ഒരു പ്രൈവസി പോളിസി ചോദിക്കും, ജസ്റ്റ് അത് എഗ്രി ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത്ര മാത്രം ചെയ്ത് കഴിഞ്ഞാൽ മതി. അതിനുശേഷം ഇത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. ആ ടൈമിൽ നിങ്ങൾ വീണ്ടും ഡിസ്കോഡിലേക്ക് ചെല്ലുക, ആ ഒരു KPRP എന്ന് പറഞ്ഞ ചാനലിൽ ചെല്ലുക. അതിനകത്ത് മൊബൈൽ ഡൗൺലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, അതിനകത്ത് ഈഗിൾ സാമ്പിൾ ലോഞ്ചർന്ന് കാണും. അതിനകത്തുനിന്ന് ഈഗിൾ സാമ്പിൾ ലോഞ്ചർ ഡൗൺലോഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അതിനുശേഷം ഞാൻ ഈ ചെയ്ത കണക്ക് തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്താൽ മതി. ജസ്റ്റ് താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്യുക, ജനറേറ്റ് ലിങ്ക് കൊടുക്കുക, ഒരു 30 സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സാമ്പ് APK ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു സാമ്പ് APK ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു സാൻ ആൻഡ്രിയാസ് ആർപി കളിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്നത് ഈഗിൾ സാമ്പാണ്. നിങ്ങൾക്ക് വേറെ സാമ്പ് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ എടുത്ത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു 800 MB അല്ലെങ്കിൽ ഒരു 2 GB ഫയൽ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറയും. അത് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഈ മോഡിഫിക്കേഷൻ മോഡ് എന്ന് പറയുന്ന കാര്യം സെറ്റിങ്സിൽ പോയിട്ട് മോഡിഫിക്കേഷൻ മോഡ് ഓൺ ചെയ്തിടുക. അപ്പോഴത്തേക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് ക്രാഷ് അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത്രയും കഴിയുന്ന സമയത്ത് നിങ്ങളുടെ വൈറ്റ് ലിസ്റ്റ് അക്സെപ്റ്റ് ആയിട്ടുണ്ടാകുന്ന നോക്കുക. അക്സെപ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അവിടെ ഇപ്പോൾ ഞാൻ കാണിച്ചത് എൻ്റെ സെർവർ IP എന്ന് പറയുന്നൊരു സംഭവം നിങ്ങൾക്ക് കാണാൻ പറ്റും. ജസ്റ്റ് ആ ഒരു പേജ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ അതിനകത്ത് ന്യൂമറിക്കൽ IP, പെർമനൻറ്റ് IP എന്ന് കാണും. അപ്പോൾ നിങ്ങൾ ന്യൂമറിക്കൽ IP ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക. അതിനുശേഷം വീണ്ടും നമ്മുടെ ഈഗിൾ സാമ്പിളിലേക്ക് തിരിച്ചു വരിക, അതായത് നമ്മുടെ സാമ്പിൾ ലോഞ്ചറിലേക്ക് തിരിച്ചു വരിക. സാമ്പിൾ ലോഞ്ചറിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം അതിനകത്ത് സെർവേഴ്സ് എന്ന് കാണാൻ പറ്റും. സെർവേഴ്സിനകത്ത് ഫേവറേറ്റ് എന്ന് കാണാൻ പറ്റും. അതിനകത്ത് നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് കോപ്പി ചെയ്യാനായിട്ട് ഒരു IP ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. IP ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് കേരള പവർ റോൾ പ്ലേ എന്ന് പറഞ്ഞിട്ട് വരും. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക, കണക്റ്റ് അടിക്കുക. അതിനുശേഷം നിങ്ങളുടെ ക്യാരക്ടറിന് ഇടാനുള്ള പേരാണ് നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ടുള്ളത്.
അപ്പോൾ ആ ചൂസ് ചെയ്യുന്ന ടൈമിൽ ഞാനിപ്പോൾ റോയൽ മോനെന്ന് ഇട്ടു. അപ്പോൾ അതിനകത്ത് R വലുതായിരിക്കണം, M വലുതായിരിക്കണം, 2 നെയിം അതായത് റോയൽ _1 ഈ ഒരു ഫോർമാറ്റ് തന്നെ വേണം. ഫസ്റ്റ് നെയിം _ സെക്കൻഡ് നെയിം ആ ഒരു ഫോർമാറ്റ് മസ്റ്റാണ്. അപ്പോൾ അതിനകത്ത് R വലുതായിരിക്കണം, മോൻ്റെ M വലുതായിരിക്കണം, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നെയിം ഇട്ട് അതിനുശേഷം ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യാൻ വന്ന് ഞാൻ ജസ്റ്റ് പാസ്വേഡ് അടിക്കുന്നേ ഉള്ളൂ. പാസ്വേഡ് സെറ്റ് ചെയ്യണം, അത് തന്നെ ഒന്നും കൂടെ കൺഫേമിങ് ചെയ്യണം. പാസ്വേഡ് അടിക്കുക, അതിനിട്ടൊന്ന് കൺഫേമും ചെയ്യുക. അപ്പോൾ 2 വട്ടം ഒരേ പാസ്വേഡ് അടിക്കുക. ഈ ഒരു പാസ്വേഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഓരോ വട്ടവും ഗെയിമിലേക്ക് കയറാൻ പറ്റും. ഓക്കെ, അതിനുശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാസ്വേഡ് എല്ലാം അടിച്ച് സെറ്റായതിന് ശേഷം നേരെ നമ്മുടെ ഡിസ്കോഡിലേക്ക് ചെല്ലുക. ഡിസ്കോഡ് ചെന്നിട്ട് KPRBയുടെ ഡിസ്കോഡിലോട്ട് ചെന്നതിന് ശേഷം നിങ്ങൾക്ക് അവിടെയായിട്ട് ഇൻ ഗെയിം നെയിംസ് കാണാൻ പറ്റും. ഇൻ ഗെയിം നെയിംസ് നിങ്ങൾ എന്ത് നെയിമാണോ നിങ്ങളുടെ ക്യാരക്ടറിന് ഇട്ടത് ആ നെയിം കൊണ്ടുവന്നിട്ട് ആ ഇൻ ഗെയിം നെയിംസ് പേസ്റ്റ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യമേ ഈ പാസ്സൊക്കെ അടിക്കുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ഗെയിമിൽ നിന്ന് ഇറങ്ങും. കാര്യം അത് നിങ്ങൾക്ക് വൈറ്റ് ലിസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ നെയിം കൊണ്ടുവരിക, ഇൻ ഗെയിം നെയിംസിൽ കൊണ്ടുവന്ന് ഇടുക. അപ്പോഴത്തേക്കും അവർ അത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ടൈം മേ ബി എടുത്തേക്കാം. അപ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്ന ടൈം നിങ്ങൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇടയ്ക്ക് ഒന്ന് കയറി നോക്കിയാൽ മതി. അപ്പോൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ DC കാണാനായിട്ട് പറ്റും. നിങ്ങൾ ഇത്ര നേരം കണ്ടതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ DC കാണാനായിട്ട് പറ്റും. അതിനുശേഷം നിങ്ങൾ നേരെ വീണ്ടും ഈഗിൾസ് ആപ്പ് ഓപ്പൺ ചെയ്ത് ഗെയിമിലേക്ക് കയറിയാൽ മതി. നിങ്ങൾക്ക് അക്കൗണ്ട് പാസ്വേഡ് അടിച്ച് കയറുമ്പോൾ നിങ്ങൾ നേരെ ഗെയിമിലേക്ക് കയറും. പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് എങ്ങനെയാണ് ബിഗിനേഴ്സ് ചെയ്യേണ്ട കാര്യങ്ങളുള്ള വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് PC ഡൗൺലോഡ് എന്ന് നോക്കാം. PC ഡൗൺലോഡിന് വേണ്ടിയിട്ട് നിങ്ങൾ നേരത്തെ നമ്മുടെ മൊബൈൽ ഡൗൺലോഡ് എടുത്തതിൻ്റെ താഴെയായിട്ട് PC ഡൗൺലോഡ് എന്ന് കാണാനായിട്ട് പറ്റും. അപ്പോൾ അതിനകത്തൊരു ഫയൽ കാണും. ആ ഫയലിൽ ജസ്റ്റ് ക്ലിക്ക് കൊടുത്ത് ലിങ്ക് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഒരു ഫയൽ കാണാൻ പറ്റും. അത് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൾഡർ സെലക്ട് ചെയ്ത് കൊടുക്കുക, ഏത് ഫോൾഡറാണ് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തിട്ട് ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് അങ്ങോട്ട് കാണിക്കാത്തത്. അപ്പോൾ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ആ ഡൗൺലോഡ് ചെയ്തെടുത്ത ഫയൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് എക്സ്ട്രാക്റ്റ് കൊടുക്കുക. ഓക്കെ, എക്സ്ട്രാക്റ്റ് കൊടുക്കുന്ന മുമ്പ് നിങ്ങളൊക്കെ ഏത് ഫോൾഡറിലോട്ട് എക്സ്ട്രാക്റ്റ് ചെയ്യണോ അതൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഒരു ബുദ്ധി അനുസരിച്ച് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ഇങ്ങനൊരു ഫോൾഡർ ആയിരിക്കും കിട്ടുക. നിങ്ങൾ എക്സ്ട്രാക്റ്റ് ചെയ്തതിന് ശേഷം അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം താഴോട്ട് ചെല്ലുമ്പോഴത്തേക്കും ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കാണാനായിട്ട് പറ്റും. സാം എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇങ്ങനൊരു ഫോൾഡർ വീണ്ടും ഓപ്പൺ ചെയ്ത് വരും. അതിനകത്ത് ഇപ്പോൾ കാണിച്ചതിനകത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെർവർ IP, ഞാൻ നേരത്തെ മൊബൈൽ ഡൗൺലോഡ് പറഞ്ഞ കണക്കത് സെർവർ IP എടുത്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഓക്കെ, അതാണ് നമ്മൾക്ക് മെയിനായിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ സെർവർ IP എടുക്കുക. അതിനുശേഷം മുകളിൽ ജസ്റ്റ് ആ ഒരു സംഭവത്തിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒരു പ്ലേ ബട്ടൺ കാണാൻ പറ്റും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഡബിൾ ടാപ്പ് എടുത്താൽ കണക്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. അതിനകത്ത് ഏതെങ്കിലും ഒന്ന് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ പാസ്വേഡ് അടിക്കുക. നിങ്ങൾക്ക് വേറെ കണക്ട് ചെയ്ത് വരും. രജിസ്റ്റർ ചെയ്യാനുള്ളവരാണെങ്കിൽ രജിസ്റ്റർ ചെയ്യുക, അല്ല ഓൾറെഡി അക്കൗണ്ട് ഉള്ളവരാണെങ്കിൽ ജസ്റ്റ് പാസ്വേഡ് അടിക്കുക. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പുകൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. വീഡിയോ കുറച്ച് ഫാസ്റ്റായിട്ടാണ് പറഞ്ഞേക്കണേ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ 1-2 വട്ടം കണ്ടു നോക്കുക. അല്ലെങ്കിൽ ഞാൻ മുമ്പ് ആയിട്ടുള്ള ഒരു കുറച്ച് ലെന്തായിട്ടുള്ള വീഡിയോ ഉണ്ട്, അതൊന്ന് ചെക്കൗട്ട് ചെയ്താൽ മതി. അത് നിങ്ങൾ ജസ്റ്റ് എന്തായാലും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇത്രയും ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ PC ഡൗൺലോഡൊക്കെ ഞാൻ വളരെ പെട്ടെന്നാണ് പറഞ്ഞു പോയേക്കണേ. അപ്പോൾ എന്തെങ്കിലും മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ.